എറണാകുളത്ത് എടപ്പള്ളിക്കടുത്ത് മഞ്ഞുമലിൽ ബസ് റൂട്ടിൽ നിന്ന് 140 മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു 4 BHK ഹൗസിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതും നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ. നാല് മീറ്റർ ഇന്റേണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന ഒരു വില്ല പ്രൊജക്റ്റിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. 4.9 മീറ്ററാണ് ഇവിടെ ഗേറ്റിന്റെ ഓപ്പണിംഗ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. നല്ല മനോഹരമായി ചെയ്ത ഒരു എലിവേഷനാണ് ഈ വീടിന് ഉള്ളത്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് ആണുള്ളത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇന്റർലോക്കിംഗ് കട്ടകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്ത ഒരു മുറ്റത്തേക്കാണ്. ഞാനിപ്പോൾ ഉള്ളത് ഈ വീടിന്റെ കവേർഡ് കാർ പാർക്കിങ്ങിലാണ്. 17.5 അടി നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിന് ഉള്ളത്. ഞാനിപ്പോൾ ഈ വീടിന്റെ ഈസ്റ്റ് സൈഡിലാണുള്ളത്. ഇവിടെയായിട്ടാണ് രണ്ടാമത്തെ കാർ പാർക്കിംഗ് വരുന്നത്. 9.5 അടിയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയായിട്ട് ഒരു വാട്ടർ ടാങ്ക് നൽകിയിട്ടുണ്ട്. കൂടാതെ നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ നോർത്ത് സൈഡിലാണുള്ളത്. 3 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയെല്ലാം മെറ്റൽ ചിപ്സ് ആണ് വിരിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ വീടിൻ്റെ വെസ്റ്റ് സൈഡിലാണുള്ളത്. ഇവിടെയായിട്ടാണ് കിച്ചൺ വരുന്നത്. ഈ ഒരു ഏരിയയാണ് വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷനായി നൽകിയിരിക്കുന്നത്. 4 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയും മെറ്റൽ ചിപ്സ് ആണ് വിരിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ സൗത്ത് സൈഡിലാണുള്ളത്. 3 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയും മെറ്റൽ ചിപ്സ് ആണ് വിരിച്ചിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പില്ലർ ടെക്സ്ചർ പെയിൻറ് നൽകി വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. 11 അടിയിലേറെ നീളവും 4 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോറും കിഴക്ക് ദർശനമായിട്ടാണ് നൽകിയിരിക്കുന്നത്. മഹാഗണിയിൽ 2 പാളികളായിട്ടാണ് ഇവിടെ ഈ മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ലിവിംഗ് റൂമിലേക്ക് വരാം. 10.5 അടി നീളവും 8.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ലിവിംഗ് സ്പേസിന് ഉള്ളത്. ഗ്ലോസി ടൈൽസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളും ചെയ്തിട്ടുണ്ട്. ലിവിംഗ് റൂമിൻ്റെ 2 വാളുകൾ പാനലിംഗ് വർക്ക് ചെയ്ത് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് റൊട്ടേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള TV യൂണിറ്റ് വരുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ഡൈനിങ് സ്പേസിലേക്ക് വരാം. 12 അടി നീളവും 7.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സ്പേസിന് ഉള്ളത്. ഗ്ലോസി ടൈൽസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്ത് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നു. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ വരുന്നത് ഈ ഒരു വിശാലമായ ലിവിംഗ് സ്പേസിലേക്കാണ്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഇവിടെയായിട്ട് വളരെ മനോഹരമായി ചെയ്ത ഒരു പാനലിംഗ് വർക്ക് ചെയ്യും. ഇവിടെയായിട്ട് ഡൈനിങ് സ്പേസ് വരുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗം കബോർഡ് വർക്കുകൾ ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ വരുന്നത്. ഇതാണ് നമ്മുടെ ഡൈനിങ് സ്പേസ്. ഇവിടെയായിട്ടാണ് ഓപ്പൺ കിച്ചൺ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിലെ 2ാമത്തെ ബെഡ്റൂം വരുന്നത്. ഇനി ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചണിലേക്ക് വരാം. ഇവിടെയായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നൽകിയിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലാണ് ഈ ഒരു കിച്ചൺ വരുന്നത്. 11 അടിയോളം നീളവും 10 അടിയോളം വീതിയുമാണ് ഈ കിച്ചണിനുള്ളത്. ഗ്ലോസി ടൈൽസ് ആണ് ഇവിടെയും നൽകിയിരിക്കുന്നത്.
നോർത്തിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് ആണ് ഈ ഒരു കിച്ചൺ നൽകിയിട്ടുള്ളത്. ഇവിടെയായിട്ടാണ് ഫ്രിഡ്ജിനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 16 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഇത് ഈസ്റ്റ് സൈഡാണ്. ഈസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഇത് വെസ്റ്റ് സൈഡ്. വെസ്റ്റിലേക്ക് 2 2 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളും ഈ ഒരു ബെഡ്റൂമിന് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് വാൾഡ്രോബ് വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ടൈലാണ് ഫ്ലോറിങ്ങിനായി യൂസ് ചെയ്തിരിക്കുന്നത്. സോമനയുടെയും ജാഗ്വാറിൻ്റെയും ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഈ 2 വോളും പാനലിംഗ് വർക്ക് ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ സെക്കൻഡ് ബെഡ്റൂം വരുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13 അടി നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഇത് ഈസ്റ്റ് സൈഡാണ്. ഈസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും നോർത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. ഈ ബെഡ്റൂമിലും സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് വാൾഡ്രോബ് വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. വലിയൊരു ബാത്റൂം തന്നെയാണ് ഇത്. സോമനയുടെയും ജാഗ്വാറിൻ്റെയും ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഫൈബർ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. എല്ലാ ബാത്റൂമിനും ഹീറ്ററിൻ്റെ പോയിന്റും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ SS-ലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കയറി നമ്മൾ വരുന്നത് വളരെ വിശാലമായ ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. 18 അടിയിലേറെ നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിന് ഉള്ളത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു ലിവിംഗ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് ഒരു TV യൂണിറ്റ് കൂടി നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. സ്റ്റെയർ കയറി വരുമ്പോൾ ഇവിടെയായിട്ട് കാണുന്നത് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഇവിടെയായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇതാണ് അപ്പർ ലിവിംഗ് സ്പേസ്. ഇത് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഇവിടെയായിട്ടാണ് സെക്കൻഡ് ബെഡ്റൂം വരുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 15 അടിയോളം നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഈസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. സൗത്തിലേക്ക് 2 2 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് വാൾഡ്രോബ് വരുന്നത്. ഈ ഒരു ബെഡ്റൂം സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. വളരെ വലിയൊരു ബാത്റൂമാണ് ഈ ഒരു ബെഡ്റൂമിന് വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഇത് ഈസ്റ്റ് സൈഡാണ്. ഈസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഇത് നോർത്ത് സൈഡാണ്. നോർത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോസ് ആണ് നൽകിയിരിക്കുന്നത്.
ഇവിടെയായിട്ടാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം വളരെ മനോഹരമായി സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സൊമനിയുടെയും ജാഗോറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് ഈ ഒരു ബാത്റൂമിന് നൽകിയിരിക്കുന്നത്. ഹീറ്ററിൻ്റെ പോയിന്റ് ഈ ഒരു ബാത്റൂമിന് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. 11 അടിയോളം നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സ്പേസിന് ഉള്ളത്. ഇവിടെയായിട്ടാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയറും നൽകിയിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. ഈ ഒരു സ്പേസിനെ നമുക്ക് സ്റ്റഡി റൂമോ ഗസ്റ്റ് റൂമോ ആക്കി കൺവേർട്ട് ചെയ്യാവുന്നതാണ്. നമുക്കിനി ഈ വീടിൻ്റെ വളരെ വിശാലമായ ബാൽക്കണിയിലേക്ക് വരാം. 21 അടിയിലേറെ നീളവും 8 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. ഈ ബാൽക്കണി 2 പോർഷനായിട്ടാണ് വരുന്നിരിക്കുന്നത്. ഈ ഒരു പോർഷൻ നമുക്ക് ഗാർഡനൊക്കെ ചെയ്ത് ഒരു ഊഞ്ഞാലൊക്കെ നൽകി വളരെ മനോഹരമായി സെറ്റ് ചെയ്യാവുന്നതാണ്. ബസ് റൂട്ടിലേക്ക് 140 മീറ്റർ, കണ്ടെയ്നർ റോഡിലേക്ക് 700 മീറ്റർ, മഞ്ഞുമൽ സെൻറ് ജോസഫ് ഹോസ്പിറ്റലിലേക്ക് 600 മീറ്റർ, നാഷണൽ ഹൈവേയിലേക്ക് 1.5 കിലോമീറ്റർ, മെട്രോയിലേക്ക് 4.5 കിലോമീറ്റർ, ആശ്രമണി സിറ്റിയിലേക്ക് 4.5 കിലോമീറ്റർ, അമൃത ഹോസ്പിറ്റലിലേക്ക് 4 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 5.5 കിലോമീറ്റർ, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 20 കിലോമീറ്റർ, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്ക് 8 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 12 കിലോമീറ്റർ, കാക്കനാടേക്ക് 10 കിലോമീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 10 കിലോമീറ്റർ, കലൂർ സ്റ്റേഡിയത്തിലേക്ക് 9 കിലോമീറ്റർ. ഇതാണ് ഈ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. 4.5 സെൻറ് സ്ഥലത്ത് 2050 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 1,15,00,000 രൂപയാണ്. ഈ വില നെഗോഷ്യബിൾ ആണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നത്, കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നത് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.